നിവേദ്യകാര്യത്തിന് തന്നെ ഏറ്റവും പ്രധാനം. അതായത് അവിടെ പൂജിച്ച് എന്തെങ്കിലും വഴിപാടുകൾ നടത്തിയാൽ പിന്നെ ദാരിദ്ര്യം ഉണ്ടാവില്ല. നമുക്ക് സാമ്പത്തികമായിട്ടുള്ള വളർച്ചയ്ക്ക് അത് സഹായിക്കും. ഭഗവാന് നല്ല വിശപ്പാണെന്നാണ് അവിടെ. ഇപ്പോൾ താക്കോല് കാണാതെ പോകുമോ അല്ലെങ്കിൽ താക്കോലിട്ടിട്ട് ഡോറ് തുറക്കാൻ പറ്റാതെ ഒരു അങ്ങനെ എന്തെങ്കിലും വന്നാൽ ഉടനെ കീഴ്ശാന്തി വാതിൽ പൊളിച്ചോളണം എന്നാണ്. അതിന് പൊളിച്ചിട്ടായാലും അകത്ത് കയറി നിവേദ്യം കൊടുക്കണം. അതാണ് ആനയെ കണ്ട ആനയെക്കൊന്ന് പറയുന്നത്. അവൻ്റെ ബലം പരീക്ഷിക്കുന്ന അവസ്ഥയിലാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും ഒരേ രീതിയിലുള്ള പൂജാതി കർമ്മങ്ങളല്ല നടക്കുന്നത്. ഇപ്പോൾ സാറായിട്ട് നമ്മൾ കുറച്ച് ദിവസം മുന്നേ സംസാരിച്ചപ്പോൾ സാർ ഒരു ക്ഷേത്രത്തെ പറ്റി പറഞ്ഞു, അത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. അത് നമുക്ക് പ്രേക്ഷകർക്ക് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കാം. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ തിരുവാർപ്പമ്പലം കോട്ടയത്തടുക്കുള്ള ഒരു ക്ഷേത്രമാണത്. ആ തിരുവാർപ്പമ്പലത്തിൽ രാവിലെ 2 മണിക്ക് പള്ളി ഉണർത്തലാണ്. 2:30 നട തുറക്കും. ഇന്ത്യയിൽ ഏറ്റവും ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം തിരുവാർപ്പാണ്. 2:30 നട തുറക്കുന്ന സമയത്ത് തന്നെ കയ്യിൽ നിവേദ്യമായിട്ടാണ് തിരുമേനി അകത്തേക്ക് കയറേണ്ടത്. അവിടെ ക്ഷേത്ര ശ്രീകോവിലിൻ്റെ അടുക്ക് ഒരു കോടാലിയും കൂടി വെച്ചിട്ടുണ്ടാവും, മഴു. ഭഗവാന് നല്ല വിശപ്പാണെന്നാണ് അവിടെ. ഇപ്പോൾ താക്കോല് കാണാതെ പോകുമോ അല്ലെങ്കിൽ താക്കോലിട്ടിട്ട് ഡോറ് തുറക്കാൻ പറ്റാതെ ഒരു അങ്ങനെ എന്തെങ്കിലും വന്നാൽ ഉടനെ കീഴ്ശാന്തി വാതിൽ പൊളിച്ചോളണം എന്നാണ്. വാതിൽ പൊളിച്ചിട്ടായാലും അകത്ത് കയറി നിവേദ്യം കൊടുക്കണം. അതാണ് അവിടുത്തെ സങ്കല്പം. വെച്ചാൽ നിവേദ്യം ഒട്ടും താമസിക്കാൻ പാടില്ല എന്നാണ്. അത്ര വിശന്നിരിക്കുന്ന മൂർത്തിയായിട്ടാണ് അവിടെ കണക്കാക്കുന്നത്. അവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ്. കംസനെ കൊന്നിട്ട് നിൽക്കുന്ന രൂപമായിട്ടാണ്. കംസനെ കൊന്നിട്ട് നിൽക്കുന്ന രൂപമായതുകൊണ്ട് തന്നെ ആ ക്ഷീണം ഉണ്ട്. അതാണ് വിശപ്പ് കൂടുതലാണ് എന്ന് പറയുന്നത്. അവിടെ അകത്ത് കയറിക്കഴിഞ്ഞാൽ പേരിന് മാത്രം തലയിൽ ഇത്തിരി വെള്ളമൊഴിച്ച് ഒന്ന് തുടയ്ക്കും. അതാണ് അവിടുത്തെ അഭിഷേകം. എന്നിട്ട് 3 മണിക്ക് മുമ്പ് നിവേദ്യം കഴിഞ്ഞിരിക്കണം. വെളുപ്പിന് 3 മണിക്ക് മുമ്പ്. സാധാരണ എല്ലായിടത്തും നേരം പുലരുന്ന സമയത്താണ് ആ നിവേദ്യം. ഇവിടെ അതല്ല. ഇവിടെ നേരത്തെ തന്നെ നിവേദ്യം കഴിഞ്ഞിരിക്കണം. അത് അവിടുത്തെ ഒരു പ്രത്യേകതയാണ്. പിന്നെ അവിടെ പ്രത്യേകതകൾ പലതും ഉണ്ട്. അവിടെ ഒരു ഉത്സവമുണ്ട് തൈപ്പൂയത്തിന്. പുല്ലാട്ടുത്സവം, പുല്ലാട്ട് പൂജ എന്നാണ് പറയുന്നത്. അത് ഒരു നായർ കുടുംബം, പുല്ലാട്ട് എന്ന് പറയുന്ന ഒരു കുടുംബത്തിലെ ഒരു കാർന്നവർ അവിടെ വന്ന് ഭജന ഇരുന്ന സമയത്ത് തൻ്റെ സ്വത്ത് മുഴുവൻ ഭഗവാന് കൊടുത്തു. താക്കോൽക്കൂട്ടം നടക്കി വെച്ചു. എന്നിട്ട് താക്കോൽക്കൂട്ടം നടക്കി വെച്ച് അവിടെ നമസ്കരിച്ച് പിന്നെ ആൾ എഴുന്നേറ്റില്ല. അതോടുകൂടി മരിച്ചു എന്നർത്ഥം. ആ മരിച്ച ആൾക്ക് വേണ്ടിയിട്ട് ഭഗവാൻ ശ്രാദ്ധ കൂട്ടണു എന്നാണ്. അത് വേറൊരിടത്തും കേട്ടിട്ടില്ല. ഭഗവാൻ തന്നെ ആ മരിച്ച ഭക്തന് വേണ്ടിയിട്ട് ശ്രാദ്ധ കൂട്ടുന്ന ദിവസമാണ് പുല്ലാട്ട് പൂജ എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഒരുപാട് പ്രത്യേകതകൾ അവിടെ പലതും ഉണ്ട്. പിന്നെ അവിടെ എന്തെങ്കിലും ഒരു ഇപ്പം ഉദ്ദിഷ്ട കാര്യത്തിന് ഏതെങ്കിലും ഒരു പ്രധാന കാര്യത്തിന് അങ്ങനെ സവിശേഷത അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പ്രത്യേകത? നിവേദ്യകാര്യത്തിന് തന്നെ ഏറ്റവും പ്രധാനം. അതായത് അവിടെ പൂജിച്ച് എന്തെങ്കിലും വഴിപാടുകൾ നടത്തിയാൽ പിന്നെ ദാരിദ്ര്യം ഉണ്ടാവില്ല. നമുക്ക് സാമ്പത്തികമായിട്ടുള്ള വളർച്ചയ്ക്ക് അത് സഹായിക്കും. പണ്ട് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, ഉണ്ണാനും ഉടുക്കാനും ക്ഷാമം വരരുത് എന്ന്. ഉണ്ണാനും ഉടുക്കാനും എപ്പോഴും ഉണ്ടാകണമെന്ന്. ആരവസ്ഥ ഉണ്ണാനും ഉടുക്കാനും ക്ഷാമമില്ലാത്ത അവസ്ഥ ഉണ്ടാക്കിത്തരും അവിടെ ഭഗവാൻ. പിന്നെ വേറെ എന്തൊക്കെയാണുള്ളത് അവിടെ? വേറെ അവിടെ മേടം 1-നാണ് ഉത്സവം തുടങ്ങുന്നത്. വിഷുവിൻ്റെ അന്ന് ഉത്സവം തുടങ്ങും. 10 ദിവസത്തെ ഉത്സവമാണ്. സാധാരണ ഉത്സവത്തിന് മിക്കവാറും ക്ഷേത്രങ്ങളിലെല്ലാം പള്ളിവേട്ട ഉണ്ടാകാറുണ്ട്. 9-ാം ദിവസം പള്ളിവേട്ട ഉണ്ടാകാറുണ്ട്. ഇവിടെ പള്ളിവേട്ടയില്ല. പള്ളിവേട്ടയ്ക്ക് ഭഗവാൻ ഇറങ്ങി പുറപ്പെടും, തുടക്കം കുറിക്കും. അപ്പോഴേക്കും സാന്ദീപനി മഹർഷി പറയും, ദുർനിമിത്തങ്ങൾ ഒരുപാട് കാണുന്നു, ഇന്ന് വേട്ട വേണ്ട പറയും. അതുകൊണ്ട് തിരിച്ച് മടങ്ങി വരുന്നു അവിടുത്തെ സങ്കല്പം. പള്ളിവേട്ട ഇല്ലാത്തൊരു ക്ഷേത്രമാണ് അവിടെ. ഒത്തിരി പ്രത്യേകതകളുണ്ട്.
പിന്നെ ആനയോട്ടം ഉണ്ട്. അത് കഴിയുമ്പോൾ ഈ പള്ളിവേട്ട വേണ്ടാന്ന് വെച്ച് തിരിച്ച് കയറി കഴിഞ്ഞാൽ പിന്നെ ആനയോട്ടം ഉണ്ട്. അത് ആനയോട്ടത്തിന് വിളക്ക് പിടിക്കുന്നത് പെൺകുട്ടികളാണ്. 10 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾ വേണം വിളക്ക് പിടിക്കാൻ അവിടെ. ഒരുപാട് സങ്കല്പങ്ങൾ മാറ്റം ഉള്ളൊരു ക്ഷേത്രമാണ് തിരുവാർപ്പ്. ഏതാണ്ട് ഇതേ ഭാവത്തിലുള്ള ഒരു ക്ഷേത്രമാണ് തൃച്ചംബരം, തളിപ്പറമ്പിൽ. അവിടെയും ഈ കംസവധം കഴിഞ്ഞ് നിൽക്കുന്ന കൃഷ്ണനാണ് സങ്കല്പം. അവിടെ കുളിക്കണ്ട ഭഗവാനെ, കുളിക്കണതിന് മുമ്പ് നിവേദ്യം നടത്തണം എന്നാണ്. നിവേദ്യം കൊണ്ടേ അകത്ത് കയറാവൂ. അകത്ത് കയറി ആദ്യം നിവേദ്യം, അത് കഴിഞ്ഞിട്ടേ ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളൂ എന്നാണ്. കുളി പോലും അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത്രയ്ക്ക് വിശപ്പാണ് അവിടെ എന്നാണ്. ഇപ്പം ഈ വിശപ്പും കൃഷ്ണനും ഇതൊക്കെ ആയപ്പോഴാണ് ഞാൻ ഈ അടുത്ത് വേറൊരു കഥ കേട്ടായിരുന്നു. നമ്മുടെ അമ്പലപ്പുഴ അമ്പലത്തിൽ ഉത്സവത്തിന് എന്തോ സദ്യയൊക്കെ എറിയുന്നൊരു ചടങ്ങുണ്ടെന്ന്. ഉണ്ട്, അവിടെ അങ്ങനെ ഒരു ചടങ്ങുണ്ട്. അത് ഞാനും കേട്ടിട്ടുണ്ട്. അതിൻ്റെ വിശദ വിവരം എനിക്കറിയില്ല. അതൊരു ഉത്സവ ചടങ്ങിൻ്റെ ഭാഗമാണ് അത്. അത് പണ്ട് ഇങ്ങനെ കഴിക്കാൻ വന്നിരുന്നപ്പോൾ കുട്ടിയായിരുന്ന കൃഷ്ണൻ എഴുന്നേറ്റ് ഓടി അതിൻ്റെ സങ്കല്പം അത്. കൃഷ്ണൻ ഓടി നടക്കുന്നു, കൃഷ്ണൻ കളിച്ച് നടക്കുന്നു എന്നുള്ള സങ്കല്പം. ഒരു കിണറിന്റെ അവിടെ കൃഷ്ണൻ ഇപ്പോഴും ഇത് കാണാൻ വേണ്ടി അവിടെ ഇരിക്കും എന്നാണ് വിശ്വാസം എന്നെല്ലാം പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. തൃച്ചംബരത്ത് ആന എഴുന്നള്ളിക്കില്ല. അതൊരു സിസ്റ്റമാണ് അവിടെ. കാരണം ബലരാമൻ വരും അവിടെ ഉത്സവത്തിന്. ബലരാമന് ആനയെ ദേഷ്യ. ആനയെ കണ്ട ആനയെ കൊന്നു കളയുന്ന ബലരാമൻ്റെ ബലം പരീക്ഷിക്കുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് ആന എഴുന്നള്ളിക്കില്ല അവിടെ. ഇന്ന് മാത്രമല്ല, തൃച്ചംബരത്ത് അമ്പലത്തിലേക്ക് ബലരാമനെ എഴുന്നള്ളിക്കുന്ന സമയത്ത് ആ വഴിയിലൊന്നും ആന ഉണ്ടാകാൻ പാടില്ല. വഴിയിൽ എവിടെയെങ്കിലും ആനയെ കണ്ടാൽ അപകടമാണെന്നാണ്. അത്ര ചിട്ടയാണ് അവിടെ. പിന്നെ അവിടെ ഈ ബലരാമനും കൃഷ്ണനും കൂടി കളിച്ചുകൊണ്ടിരിക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ട് ഉത്സവത്തിന്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കലും ഇതൊക്കെ. കളി നിർത്തിയിട്ട് അകത്തേക്ക് വരാൻ വിളിച്ചാൽ വരില്ല. അങ്ങനെ പല പ്രാവശ്യം ആവർത്തിച്ച് കഴിയുമ്പോഴാണ് ഒരാൾ വെണ്ണയുടെ കുടം കൊണ്ട് പോകും, വെണ്ണയും തൈരുമൊക്കെ കൊണ്ട് പോകും. അത് കാണുമ്പോൾ കൃഷ്ണൻ അതിൻ്റെ പുറകെ ഓടും. അങ്ങനെ രസകരമായിട്ടുള്ള ഒരുപാട് ആചാരങ്ങളുള്ള സ്ഥലമാണ്. താങ്ക് യു സർ. നമസ്തേ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.